പത്തരമാറ്റ് എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അവന്തികയാണെങ്കിൽ നമ്മൾ അനിയും നന്ദുവും കൂടെ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അവന്തികയാണെങ്കിൽ അനിയുടെ അടുത്ത് കൂടെ പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അനിയാണെങ്കിൽ നമ്മൾ അവന്തികയെ ഒഴിവാക്കിയിട്ടാണെങ്കിൽ നന്ദുവിനെ കാണാനൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മൾ അവന്തിക കാണുന്നുണ്ട്. അങ്ങനെ അവന്തികയ്ക്കാണെങ്കിൽ സംശയം തോന്നിയിട്ട് അവന്തികയാണെങ്കിൽ നമ്മൾ അനിയുടെ പിറകെ ഫോളോ ഒക്കെ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടിട്ടാണെങ്കിൽ നമ്മൾ അവന്തിക ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇവർ തമ്മിൽ ഒരുമിച്ചാൽ ശരിയാവത്തില്ല, എന്തായാലും അച്ഛൻ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാം നടക്കണമെങ്കിലും അനിയേട്ടനെ ഞാൻ എന്തായാലും സ്വന്തമാക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണെങ്കിൽ നമ്മൾ അവന്തികയാണെങ്കിൽ അവന്തികയ്ക്കുള്ള ഒരു ഇഷ്ടം പറയാൻ വേണ്ടി നമ്മൾ അനിയെ വിളിച്ച് വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അനി വരുന്ന സമയത്താണെങ്കിലും നമ്മൾ അവന്തിക അനിയടുത്ത് പറയുന്നുണ്ട്, പിന്നെ അനിയേട്ടൻ അറിയാമല്ലോ നവീനേട്ടനെ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ നവീനേട്ടൻ എന്നെ പോലൊരു പെൺകുട്ടിയല്ല ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കിയ കാര്യമൊക്കെ അനിയേട്ടൻ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നുണ്ട്, എന്തായാലും നവീനേട്ടൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് എൻ്റെ കല്യാണം നടത്തിയെടുക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അനി ചോദിക്കുന്നുണ്ടോ, അങ്ങനെ നിനക്ക് ആരെങ്കിലും നീ കണ്ടുവച്ചിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് പറ, നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, ആ ഒരാളെ മനസ്സ് വെച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, നീ എന്താ മോളെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് എൻ്റെ മുമ്പിൽ തന്നെ ഒരാളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് വേറെ ആരുമല്ല അനിയേട്ടനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവന്തികയുടെ വായിന്ന് ഈ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ ആ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അനി പറയുന്നുണ്ട്, നീ എന്താ മോളെ പറയുന്നത്, ഞാൻ നിന്നെ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട്. ആ സമയത്ത് മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയോ കാര്യങ്ങളോ മോളെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ മോൾ അത് അവളെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അവന്തിക പറയുന്നുണ്ട്, അപ്പം ഇപ്പോഴും അനിയേട്ടനാണെങ്കിൽ ആ നന്ദുവായിട്ട് ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അനി പറയുന്നില്ല മോളെ, ഞാനും നന്ദുവായിട്ടാണെങ്കിൽ നല്ല ഫ്രണ്ട്സാണ്, ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അവന്തിക പറയുന്നുണ്ട്, ഓ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ടാണല്ലോ നന്ദുവിനെ കാണാൻ വേണ്ടിയൊക്കെ ഓടിപ്പോയതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അനി പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടി പോയതല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ നന്ദുവിനെ കണ്ട് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചാണെന്നൊക്കെ പറയുമ്പം നമ്മൾ അവന്തിക പറയുന്നുണ്ട്, എന്തിനാ അനിയേട്ടാ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇനി വീണ്ടും വീണ്ടും കള്ളതങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും അനിയേട്ടന് എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒഴിവുകേട് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിലെല്ലായിടത്തും പറഞ്ഞു കൊടുക്കും, അനിയേട്ടൻ്റെ നന്ദുവായിട്ട് ഇപ്പോഴും അടുപ്പമുണ്ടെന്ന് ഞാൻ പറയും, അതെൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അനി പറയുന്നത്, അത് ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ ഞങ്ങൾ എന്തായാലും കാണാതെ വയ്ക്കാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഞാനാണെങ്കിൽ ഈ കാര്യത്തിനെ കുറിച്ചെല്ലാം മുത്തശ്ശൻ്റെ അടുത്ത് പറയാൻ പോവുക, ഇനി എനിക്ക് അനിയേട്ടന് ഒരു വിവാഹം ഉണ്ടെങ്കിൽ എനിക്ക് അനിയേട്ടനുമായിട്ട് ഒരു വിവാഹം ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലായിടത്തും സംസാരിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവന്തിക ആണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ അനിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. കാര്യം അവന്തികയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലെല്ലാവരും സമ്മതിക്കുമല്ലോ, പിന്നെ ആണെങ്കിൽ നന്ദുവിൻ്റെ കാര്യത്തിനാണെങ്കിലും കനക സമ്മതിക്കാത്തതും കൂടെ കൊണ്ടിട്ടാണെങ്കിൽ വീട്ടിലാരും അതിനൊരു സപ്പോർട്ടും കൊടുക്കത്തില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലും കാര്യത്തിലൊക്കെ നമ്മൾ അനി ഇങ്ങനെ ടെൻഷനായി നിൽപ്പോൾ അവന്തികയാണെങ്കിൽ അവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ നയനയുടെ ആദർശിൻ്റെ അടുത്താണ്. അങ്ങനെ അവിടെ പോയിട്ടാണെങ്കിൽ നമ്മൾ അവന്തികയാണെങ്കിൽ അനിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നയനയാണെങ്കിലും അവന്തിക അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നന്ദുവായിട്ടുള്ള ഒരു കല്യാണത്തിന് എൻ്റെ അമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ല മോളെ, അപ്പം നീയുമായിട്ടുള്ള കല്യാണം എന്തായാലും എല്ലാവരും സമ്മതിക്കും എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ആദർശം അത് തന്നെയാണ് നമ്മൾ അവന്തിക അടുത്ത് പറയുന്നത്. അപ്പോൾ മോളെ ആഗ്രഹം എന്തായാലും നടക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവന്തിക അടുത്ത് പറയുന്നത്. അവന്തികയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും അനിയേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണുള്ളതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ നയനെ പറയുന്നുണ്ട്, എന്തായാലും മോളത് എന്തായാലും കാര്യമായിട്ട് എടുക്കണ്ടെന്നൊക്കെ അവന്തിക അടുത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മുത്തശ്ശിയാണെങ്കിലും അവരും ഈ അവന്തികയുടെ കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നവീനമായിട്ടുള്ളൊരു പ്രപ്പോസൽ നല്ലതായിരുന്നു, പക്ഷേ എന്തായാലും അത് നടക്കാതായി പോയല്ലോ. അപ്പം നമ്മൾ മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട്, നവീനമായിട്ടുള്ള കല്യാണമൊക്കെ നടക്കാതിരുന്ന സമയത്താണെങ്കിൽ അവന്തികയുടെ മുഖത്താണെങ്കിൽ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയത്തില്ല, ആൾ മുഖത്തൊക്കെ നല്ലൊരു തെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ ഒരു സന്തോഷമൊക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്, അതിനെന്താ കാരണമെന്ന് അറിയത്തില്ല എന്നൊക്കെ നമ്മൾ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അവിടെ സംസാരിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവന്തികയാണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, നിനക്ക് നവീനമായിട്ടുള്ള കല്യാണത്തിന് നടക്കാത്തില്ല, എനിക്ക് സങ്കടം ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവന്തിക ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ ഞാനൊരു ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി എനിക്ക് നടത്തി തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ മോൾ പറയാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവന്തിക പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും മുത്തശ്ശ ഈ വീട്ടിൽ നിന്ന് എനിക്ക് പോകാനൊന്നും എനിക്ക് മനസ്സ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആഹാ അത് കൊള്ളാലോ, എന്തായാലും കല്യാണം കഴിക്കുകയും വേണം, എന്നാൽ പിന്നെ ഈ
വീട്ടിൽ നിന്ന് പോകാനുള്ള മനസ്സും മോക്കില്ലെങ്കിൽ അതെങ്ങനെ മോളെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്കാണെങ്കിൽ വീട്ടിൽ ഒരാളെ ഇഷ്ടമാണ്, അത് വേറെ ആരുമല്ല എൻ്റെ മുറച്ചെറുക്കൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ മുത്തശ്ശിക്കാണെങ്കിൽ കാര്യമൊക്കെ മനസ്സിലായിട്ട് മുത്തശ്ശി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അവന്തിക പറയുന്നുണ്ട്, അതേ മുത്തശ്ശ എനിക്കാണെങ്കിൽ അനിയേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുമല്ല നവീനേട്ടനെയും കാട്ടിയും നല്ലൊരു ആളാണ് അനിയേട്ടൻ, നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുമ്പം നമ്മളെ മുത്തശ്ശനൊക്കെ ആണെങ്കിലും ആ ഒരു വിവാഹത്തിന് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും മോളെ ഞാനാണെങ്കിൽ എന്തായാലും അനിയെടുത്തൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അവന്തിക പറയുന്നുണ്ട്, മുത്തശ്ശൻ ഞാൻ അനിയേട്ടനായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അനിയേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അനിയേട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണെന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും മോളെ അതിന് തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല, കാര്യം അനിയും നന്ദു ആ രീതിയിൽ അവർ സ്നേഹിച്ചതായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മോള് വിഷമിക്കേണ്ട, ഞാൻ അനിയായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ നമ്മൾ ആ മുത്തശ്ശനാണെങ്കിൽ അവന്തികയുടെ അടുത്ത് പറയുന്നുണ്ട്. നമ്മൾ മുത്തശ്ശനാണെങ്കിൽ അനി വന്നതിന് ശേഷമാണെങ്കിൽ അനിയടുത്താണെങ്കിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ ഇതിനൊക്കെ അവന്തിക നിൻ്റെ അടുത്ത് പറഞ്ഞ അതേ കാര്യം അവന്തിക വന്ന് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നന്ദുവായിട്ടുള്ളൊരു കല്യാണം എന്തായാലും കനക സമ്മതിക്കാത്ത രീതിയിൽ ഞങ്ങൾ നടത്തി തരത്തില്ല എന്നുള്ള കാര്യം നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതാണൊക്കെ തന്നെ കനക സമ്മതിക്കുവാണെങ്കിലും നടത്തി തരാമെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പം നന്ദുവിന് കല്യാണം കഴിക്കാൻ കനക സമ്മതിക്കുന്നില്ലല്ലോ, അതുപോലെ ഇപ്പം അവന്തികയാണെങ്കിൽ ഇങ്ങനൊരു ഇഷ്ടവും വന്ന് ഞങ്ങൾക്ക് പറയുകയും ചെയ്തല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ ആണെങ്കിലും എല്ലാവർക്കും സമ്മതമാണ് മോനെ, അവന്തികയും നീയായിട്ടുള്ള കല്യാണത്തിനൊക്കെ ഇവിടെ എല്ലാവരും സമ്മതിക്കുകയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ജലജ ആൻറ്റിയുടെ ഒരു സ്വഭാവം കാര്യങ്ങളൊന്നും അവന്തികയ്ക്ക് ഇല്ല, അവൾ നല്ലൊരു കുട്ടിയാണെന്നൊക്കെ നമ്മൾ അനിയടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അനി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശൻ എന്താ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനി ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ മനസ്സ് മനസ്സിലാക്കിയത് മുത്തശ്ശനല്ലേ, ആ മുത്തശ്ശനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്താ മോനെ വേണ്ടത്, നിൻ്റെ ജീവിതം ഇങ്ങനെ പോട്ടോ എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കണം, നിനക്കും വേണ്ടി ഒരു ജീവിതം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അവന്തികയ്ക്കും വേണ്ടി ഒരു ജീവിതം, അപ്പം ഈശ്വരന്മാർ ഇങ്ങനെയാണ് തീരുമാനിക്കുന്നെങ്കിൽ അത് അതുപോലെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അനിയടുത്ത് പറയുന്നുണ്ട്, മോൻ എന്തായാലും നല്ലതുപോലെ തീരുമാനിച്ചിട്ട് മോനൊരു തീരുമാനം ഉറച്ചൊരു തീരുമാനം എടുക്കാനൊക്കെ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ അനിയടുത്ത് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ധർമ്മ സങ്കടത്തിൽ നിൽക്കുന്ന നമ്മൾ അനിയെയും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.